പാർലമെന്റിന്റെ ഇരുസഭകളെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് പിന്നാലെ നന്ദിപ്രമേയ ചർച്ചയും ആരംഭിക്കും. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഇന്നലെയൊക്കെ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ ദിവസങ്ങളായിരുന്നു. ഇനി എന്തൊക്കെയാണ് സഭാ നടപടികൾ ഇന്ന് ബാക്കിയുള്ളത്? രഞ്ജിത്ത്, ഇന്ന് ഏതായാലും സഭ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. രാവിലെ ഏതായാലും രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെ അഭിസംബോധനയും ലോക്സഭയും ഒപ്പം തന്നെ രാജ്യസഭയെയും അഭിസംബോധന ചെയ്യുകയാണ്. രാഷ്ട്രപതി ഇന്ന് തന്നെയാണ് രാജ്യസഭാ നടപടികളും ആരംഭിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലും രാജ്യസഭ ഉണ്ടായിരുന്നില്ല. രാജ്യസഭ ഈ സമ്മേളനം ഇന്നാണ് ആരംഭിക്കുന്നത്. ഈ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് അറിയേണ്ടത്. പ്രധാനമായും സർക്കാർ ഇനി നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ വിശദീകരിക്കും. ഒപ്പം തന്നെ കഴിഞ്ഞ കാര്യങ്ങളിൽ നടപ്പാക്കിയതും ഇനി നടപ്പാക്കാൻ കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ അതിൽ ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് BJP അവരുടെ പ്രഖ്യാപിത അജണ്ടയായി പ്രഖ്യാപിച്ചിരുന്ന ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ പരാമർശിക്കുമെന്നാണ് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലേത് പോലെയല്ല ഇത്തവണ സർക്കാർ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. NDA ആണ്, സഖ്യ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ പരാമർശിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കും. പക്ഷേ പ്രതിപക്ഷം ഏതായാലും ഇന്ന് ഒരുപക്ഷെ രാഷ്ട്രപതി പ്രസംഗത്തിന് ശേഷം നിലവിൽ രാജ്യത്ത് ചർച്ചയായിരിക്കുന്ന വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക്, സഭയ്ക്ക് പുറത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ആ വിഷയങ്ങൾ ഉന്നയിക്കും. ഒപ്പം രാജ്യത്ത് സമീപത്ത് കാലത്തുണ്ടായ ട്രെയിൻ ദുരന്തങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ ജമ്മു കശ്മീരിൽ ഉണ്ടാകുന്ന ഭീകരാക്രമണം അടക്കമുള്ള വിഷയങ്ങളിൽ സഭയെ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ച രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം, അഭിസംബോധനയ്ക്ക് ശേഷം ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 2-ാം തീയതിയോ അല്ലെങ്കിൽ 3-ാം തീയതിയോ ആയിരിക്കും പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക.